ആലപ്പുഴ പുറക്കാട് വാഹനാപകടത്തിൽ മരണം 3. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിനീതയാണ് ഒടുവിൽ മരിച്ചത്. വിനീതയുടെ ഭർത്താവ് സുദേവും മകൻ ആദിദേവും രാവിലെ മരിച്ചിരുന്നു. ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ആര്യ, ഇന്ന് രാവിലെ 6 മണിക്കാണ് പുറക്കാട് SNM സ്കൂളിന് മുന്നിൽ വെച്ച് അപകടമുണ്ടായത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ബൈക്കിൽ വരികയായിരുന്ന ഈ കുടുംബം ഒരു സൈക്കിൾ മുട്ടി ഈ റോഡിലേക്ക് തെറിച്ചു വീണു. അപ്പോൾ ടോറസ് ലോറി ഇടിച്ചു കയറിയാണ് മരിച്ചത്. മകൻ ആദിദേവ് സംഭവ സ്ഥലത്ത് വെച്ചു, അച്ഛൻ പിന്നീട് ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. അപ്പോൾ തന്നെ അമ്മ ഇപ്പോൾ മരിച്ച വിനിത നില ഗുരുതരമായിരുന്നു. അവരുടെ നില ഗുരുതരമായ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സയ്ക്ക് അയച്ചിരുന്നത്. അവിടെ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. എന്തായാലും ഒരു കുടുംബത്തിലെ 3 പേരുടെ ദാരുണാന്ത്യത്തിനിടയാക്കിയ അപകടമാണ് ഇന്ന് പുറക്കാട് രാവിലെ ഉണ്ടായത്. അത് ദേശീയപാത അതോറിറ്റി റോഡ് നിർമ്മാണത്തിൽ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണെന്ന ആക്ഷേപവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു. ഇവിടെ റോഡിന് വീതി കുറവാണ്. മാത്രമല്ല, റോഡിന്റെ സൈഡിലും മറ്റും മണ്ണും കല്ലും കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് അപകടത്തിനിടയാക്കുന്നതെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.